നമസ്കാരം. ഇന്ന് നമ്മളൊരു ചരിത്രയാത്ര പോവുകയാണ്. തിരുവിതാംകൂറിന്റെ ശില്പി എന്നും ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു മഹാരാജാവെന്നും അറിയപ്പെടുന്ന ഒരാളുടെ കഥയിലേക്ക്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വിവരണം തുടങ്ങുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചരിത്രത്തിലാദ്യമായി ഏഷ്യയിലെ ഒരു രാജ്യം യൂറോപ്പിൽ നിന്നുള്ള ഒരു നാവിക വൻശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മാർത്താണ്ഡവർമ്മയുടെ ജീവിതം. ശരി, അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നതിന് മുൻപ് വേണാടിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുവിതാംകൂർ അന്ന് ഇല്ല. പകരം വേണാട് എന്ന പേരിൽ ആകെ ശിഥിലമായി കിടക്കുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു അത്. രാജാവിന് പോലും പൂർണ്ണമായ അധികാരമില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളും കലഹങ്ങളും. എപ്പോ വേണമെങ്കിലും തകർന്നു പോകാവുന്ന ഒരവസ്ഥ. എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികളെന്നല്ലേ? ശത്രുക്കൾ പുറത്തുനിന്നു മാത്രമായിരുന്നില്ല, രാജ്യത്തിനകത്ത് നിറയെ ഉണ്ടായിരുന്നു. രാജാവിനേക്കാൾ ശക്തരായ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്ന 8 നാടുവാഴി കുടുംബങ്ങൾ ഒരു വശത്ത്, ഭരണത്തിൽ വരെ ഇടപെടുന്ന യോഗക്കാർ എന്ന ക്ഷേത്രസമിതി മറുവശത്ത്. ഇതൊക്കെ പോരാഞ്ഞിട്ട് രാജ്യത്തിനകത്ത് എപ്പോഴും വഴക്കം യുദ്ധവും, പിന്നെ പുറത്തുനിന്നുള്ള ഭീഷണികളും. ചുരുക്കി പറഞ്ഞാൽ വേണാട് ആകെ കുഴഞ്ഞുമറിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ഒരു അരാജകത്വത്തിലേക്കാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്. അതോടെ വേണാടിന്റെ തലവിധി തന്നെ മാറാൻ പോകുകയായിരുന്നു. 1729 അധികാരത്തിൽ വന്ന ഉടനെ മാർത്താണ്ഡവർമ്മ ആദ്യം ചെയ്തത് എന്താണെന്നോ? അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയായിരുന്നില്ല. അല്ല, നേരെ മറിച്ച് സ്വന്തം രാജ്യത്തിനകത്തുള്ള വിമതന്മാരെ ഒതുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാത്ത നടപടികളാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചിന്നിച്ചിതറിക്കിടന്ന വേണാടിനെ തന്റെ കീഴിൽ ഒരൊറ്റ ശക്തമായ രാജ്യമാക്കി മാറ്റുക. അതിനായി തടസ്സമായി നിന്ന എല്ലാവരെയും അദ്ദേഹം ഇല്ലാതാക്കി. അങ്ങനെ രാജ്യത്തിനകത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയ ശേഷം വർമ്മയുടെ ശ്രദ്ധ തിരിഞ്ഞത് പുറത്തുനിന്നുള്ള ഏറ്റവും വലിയ ശക്തിക്ക് നേരെയായിരുന്നു, ഡച്ചുകാർ. കഥ അതിന്റെ ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതൊരു ക്ലാസിക് ഡേവിഡ് ആൻഡ് ഗോളിയാത്ത് പോരാട്ടം പോലെയായിരുന്നു ശരിക്കും. ഒരു വശത്ത് ലോകം മുഴുവൻ കോളനികളുള്ള, അക്കാലത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവിടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, കുരുമുളക് വ്യാപാരം കൈയെടുക്കുക. മറുവശത്തോ നമ്മുടെ കൊച്ചു തിരുവിതാംകൂർ, സ്വന്തം നാടിനെ രക്ഷിക്കാൻ പോരാടുന്ന ഒരു ചെറിയ പ്രാദേശിക ശക്തി. 1741 ഈ വർഷം ഓർമ്മിച്ചു വെച്ചോളൂ. ഇന്ത്യൻ ചരിത്രത്തിന്റെ, ഒരുപക്ഷേ ലോക ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റിയ വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. എന്താണ് കുളച്ചൽ സംഭവിച്ചത്? ഡച്ചുകാർ ആദ്യം കുളച്ചൽ തുറമുഖം പിടിച്ചെടുത്തു. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം അവരെ കരയിൽ വളഞ്ഞു. പുറത്തുകിടക്കാനോ കൂടുതൽ സഹായം സ്വീകരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലാക്കി. അപ്പോഴാണ് നിർണായകമായ ആ സംഭവം നടക്കുന്നത്. ഡച്ചുകാരുടെ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ശാലയ്ക്ക് തീപിടിച്ചു. അതോടെ അവരുടെ കളി കഴിഞ്ഞു. ഒടുവിൽ ഡച്ച് കമാൻഡർ ഡിലിനോയ് അടക്കമുള്ള സൈന്യം മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഒരു ഏഷ്യൻ രാജ്യത്തോട് തോറ്റു. അപ്പോൾ യുദ്ധം ജയിച്ചു. അതോടെ മാർത്താണ്ഡവർമ്മയെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായി. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം യുദ്ധം ജയിക്കുക എന്നത് മാത്രമായിരുന്നില്ല. ആ വിജയത്തെ ഒരു പുതിയ ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. മുൻപ് വേണാടിൽ സൈന്യമെന്ന് പറഞ്ഞാൽ ഓരോ പ്രഭുക്കന്മാരുടെയും സ്വന്തം ആൾക്കാരായിരുന്നു. പക്ഷേ മാർത്താണ്ഡവർമ്മ അതിനെല്ലാം പകരം യൂറോപ്യൻ രീതിയിൽ പരിശീലനം കൊടുത്ത ഒരു സ്ഥിരം സൈന്യത്തെ ഉണ്ടാക്കി. അതുപോലെ നികുതിയുടെ കാര്യം. പണ്ട് പ്രഭുക്കന്മാർക്ക് തോന്നിയ പോലെ പിരിക്കാമായിരുന്നു. എന്നാൽ പുതിയ തിരുവിതാംകൂറിൽ ഗവൺമെന്റ് നേരിട്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കാൻ തുടങ്ങി. വ്യാപാരത്തിലോ കുരുമുളക് പോലുള്ള പ്രധാന സാധനങ്ങളുടെ കച്ചവടം സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റി. ചുരുക്കി പറഞ്ഞാൽ ആകെ താറുമാറായി കിടന്ന ഒരു ഭരണ സംവിധാനത്തെ പൊളിച്ചെഴുതി കൃത്യമായ ഘടനയുള്ളൊരു പുതിയ രാഷ്ട്രം തിരുവിതാംകൂർ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത മാർത്താണ്ഡവർമ്മയുടെ പൈതൃകം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഈ നേട്ടങ്ങൾ കാലത്തെ അതിജീവിച്ചോ? നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ അറിയുന്ന തിരുവിതാംകൂർ എന്ന രാഷ്ട്രത്തിന് അടിത്തറയിട്ടത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ കൂടുതൽ ശക്തിയാർജിക്കാനുള്ള ഡച്ചുകാരുടെ മോഹങ്ങൾക്ക് അദ്ദേഹം ഒരു വലിയ തടയിട്ടു. സൈന്യത്തിലും ഭരണത്തിലുമൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന ആധുനികവൽക്കരണം പിന്നീട് വന്ന പല ദശാബ്ദങ്ങളിലും തിരുവിതാംകൂറിനെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ മാത്രമല്ല, അതുപയോഗിച്ച് ഒരു രാഷ്ട്രമെങ്ങനെ കെട്ടിപ്പടുത്താമെന്ന് മാർത്താണ്ഡവർമ്മ കാണിച്ചു തന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ രീതികളോട് നമുക്ക് വിയോജിപ്പുകളുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആർക്കും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിർദ്ദയമായ സൈനിക ശക്തിയും
ദീർഘവീക്ഷണമുള്ള ഭരണവും ഒരുമിപ്പിച്ച മാർത്താണ്ഡവർമ്മയിൽ നിന്ന് ഇന്നത്തെ ലോക നേതാക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.